ഹലോ. അപ്പോൾ നമ്മളിന്നൊരു ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് 2 ദിവസം മുന്നേ തന്നെ വന്നു കേട്ടോ. സൺഡേ ആയിരുന്നു ഹൗസ് വാമിങ്, ഞാൻ ഫ്രൈഡേ എത്തി. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാവി എടുത്തപ്പോൾ എൻ്റെ ആദ്യമോൻക്ക് തന്നെ അത് ക്ലോസ് ചെയ്യണം കേട്ടോ. ആൾക്ക് അങ്ങനെയാണ്, എന്ത് ജോലിയും നമ്മൾ ചെയ്യുന്നത് കണ്ടാലും അത് ചെയ്ത് നോക്കണം. നല്ല കാര്യമാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ എന്താ പറയുക, സമയമില്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ അതൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. എന്തായാലും ആൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ ഇഷ്ടമാണ്, എന്ത് ജോലിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ 2 മക്കൾക്കും പ്രത്യേകിച്ച് എൻ്റെ ആദ്യമോൻക്ക് വലിയ താല്പര്യമില്ല കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങും 2 പേരും. ആദ്യം എപ്പോഴും കരച്ചിൽ തുടങ്ങും, പിന്നെ ഒരുവിധം സമ്മതിപ്പിച്ചെടുക്കും. അപ്പോൾ ഹൗസ് വാമിങ് ഉണ്ട്, പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. ചെറിയ ആൾ പിന്നെ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവൻ്റെത് കണ്ടിട്ട് ചെറിയ രീതിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. ഇതാണ് കേട്ടോ വീട്, നല്ല അടിപൊളി വീട് തന്നെയാണ് കേട്ടോ. വീടൊന്നും ഞാൻ വല്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നല്ല വീടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വീടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. ബിരിയാണിയും ചിക്കൻ മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. മക്കളുടെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കണം എന്നും പറഞ്ഞിട്ട് 2 പേരും ഒന്ന് വാശി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് തന്നെ സ്ഥലം ഉണ്ടാക്കിയിട്ടിരുന്നു. പിന്നെ ഞങ്ങളൊരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു തിരിച്ച് വീട്ടിൽ തന്നെ കയറി കേട്ടോ. എൻ്റെ ആമിദൂന് മൈലാഞ്ചി ഇടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അത് എത്ര സമയം വേണേലും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തോളും, ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞ് ആളുകളൊക്കെ പോയപ്പോൾ 2 പേരും പുറത്തിറങ്ങിയിട്ടോ കളിക്കാനായിട്ട്. കുറേ സമയം അവിടെ കളിച്ചു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല കേട്ടോ. ഇലാൻ്റെ വീട് എന്നാ പറയുക. ഇല എന്ന് പറഞ്ഞാൽ മാമൻ്റെ ചെറിയ മോനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എല്ലാ സപ്പോർട്ടും തരാം. ബൈ.